ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൈ കഴുകിയ പാടുള്ള ആ ഒരു റിസൾട്ടാണ്. അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയുണ്ട്. ശരിക്കും നല്ല അടിപൊളി റിസൾട്ടാണ് ഒറ്റ യൂസിൽ തന്നെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായി തരികയാണ് ഞാൻ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഫസ്റ്റ് യൂസിൽ തന്നെ ഈ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി എത്ര കളർ കുറഞ്ഞവരാണെങ്കിലും നിങ്ങൾ ഉള്ള നിറത്തിനേക്കാൾ 2 ഷെയ്ഡ് ഉറപ്പായിട്ടും കൂടുന്നു ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ആദ്യം നമുക്കതിന് വേണ്ടത് പഴത്തിൻ്റെ തൊലിയാണ്. ഈ ഒരു പഴത്തിൻ്റെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി എടുക്കുക നിങ്ങളെടുത്ത്. ഇതിവിടെ കിട്ടുന്ന ഫിലിപ്പിനോ എന്ന് പറയുന്ന പഴമാണ്. അപ്പോൾ അത് ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ തൊലി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് നിങ്ങളൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് വെക്കണം. അപ്പോൾ നന്നായി തിളച്ച് വരുമല്ലോ. നന്നായി തിളച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പഴത്തൊലി ഒരു വെന്ത പോലെയായിട്ട് കാണും. ആ ഒരു സമയത്ത് അത് പാകമായി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇപ്പോൾ ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ ഇത് അടുപ്പത്ത് വെക്കുക. അപ്പോൾ ഇത് ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു കളറെല്ലാം മാറുന്ന സമയത്ത് നമ്മളിത് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം മാറ്റിയതിന് ശേഷം അതിൻ്റെ തൊലി മാത്രം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയിലെ പേസ്റ്റ് ആക്കുന്ന ആ ഒരു ജാറുണ്ടല്ലോ അതിലേക്ക്. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. റോസ് വാട്ടർ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല മഷി പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനിതാ മഷി പോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു തരിതരിപ്പ് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പയിൽ കൂടി ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഒരു കോട്ടൻ്റെ തുണിയിൽ കൂടി അരിച്ചെടുക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്കത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇല്ലയെന്നാണെങ്കിൽ നല്ല അടുപ്പിച്ചിട്ടുള്ള അരിപ്പ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അരിപ്പയിൽ കൂടി അരിച്ചെടുത്താലും അത് നല്ല ഇതായിട്ട് കിട്ടും. പിന്നെ അരിക്കൽ എന്തെന്നാന്ന് വെച്ചാൽ ഇത് നമ്മളൊരു ക്രീം പോലെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു തരിതരിപ്പൊന്നും ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളടുത്ത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ചെറിയ പഴം ഉണ്ടല്ലോ, ചെറിയ പഴത്തിൻ്റെ തൊലിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനിതാ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരിച്ചെടുത്തതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളുടെ ആഡ് ചെയ്യണം. കോൺഫ്ലോർ 1 ടീസ്പൂണ് കോൺഫ്ലോർ, ചോളപ്പൊടി എന്ന് പറയും. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങേൻ്റെ നീരും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെറുനാരങ്ങ ഫേസിൽ ഇട്ടാൽ ദോഷമാണോ എന്ന് ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് ഇട്ടാൽ മാത്രമേ ദോഷമുള്ളൂ. എന്തിനെങ്കിലും കൂടെ ആഡ് ചെയ്തിട്ടാൽ ഒരു ദോഷവും ചെറുനാരങ്ങ നീരിനെ കൊണ്ടില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കോൺഫ്ലോർ ഇട കിട്ടലെന്ന് ചോദിക്കലുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ എല്ലാ സ്ഥലത്തും കോൺഫ്ലോർ അവൈലബിൾ ആണ്. പിന്നെ ചോളപ്പൊടി എന്ന് പറയും അതിന്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അതേപോലെ തന്നെ അവിടെ കട്ട കെട്ടി കിടക്കാൻ പാടില്ല. ചോളത്തിൻ്റെ ആ ഒരു പൗഡർ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല പേസ്റ്റായിട്ട് തന്നെ അതിലൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡറാണ്, പാൽപ്പൊടിയും കൂടി 1 ടേബിൾ സ്പൂണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽപ്പൊടി ചിലപ്പം പലരും ചോദിക്കും ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുക. പക്ഷേ ഇത്രയും റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ഇട്ട് അതും കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി വറുക്കാത്ത പച്ചരിപ്പൊടിയാണിത്. അപ്പോൾ അത് തരിതരിപ്പൊന്നും ഇല്ലാത്തത് എടുക്കണം. പുട്ടിൻ്റെ പൊടിയൊന്നും എടുത്തിട്ടിടാൻ പാടില്ല. അതിലെല്ലാം തരിതരിപ്പ് ഉണ്ടാവും. നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒട്ടും തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു എന്താ പറയുക അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് ഇത് തയ്യാറായിട്ട് കിട്ടും. പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 7 ദിവസത്തോളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. 7 ദിവസം നിങ്ങൾ ഇതൊന്ന് തേച്ച് നോക്കുക കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഞാനിത് ഡ്രൈ ആയിട്ടുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു 30 മിനിറ്റെങ്കിലും വെക്കുക കേട്ടോ. 30 മിനിറ്റിന് ശേഷം കഴുകിക്കളയാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മുടെ മുഖയിലൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് നമ്മളെ മുഖത്തേക്ക് ഇത് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ 30 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആവുമൊന്നുമില്ല. ഒരു ചെറിയൊരു നനവ് പോലെ ഉണ്ടാവും, കുഴപ്പമില്ല. പക്ഷെ 30 മിനിറ്റ് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ പിന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 30 മിനിറ്റ് വെച്ചിട്ടതിന് ശേഷം നമുക്ക് കൈ കളയാം.
അപ്പോൾ 30 മിനിറ്റിന് ശേഷം ഞാനിത് സാധാരണ വെള്ളത്തിൽ കഴുകുകയാണ്. ആ കഴുകുന്ന സമയത്ത് തന്നെ ശരിക്കും നമ്മൾ എന്താ പറയുക, കച്ചറയെല്ലാം എന്താ ഒരു ഭയങ്കര ഒരു സോഫ്റ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു തിളക്കവും നിറവും എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത ഭാഗവും അതിൻ്റെ ബാക്കിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത്രയും നല്ല ഒറ്റ യൂസിൽ അത്രയും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്താ പറയുക, അത്രയും കോൺഫിഡൻസിൽ പറയുകയാണ് നിങ്ങൾക്ക് ഇതിന് എന്തായാലും റിസൾട്ട് കിട്ടും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും എത്ര കളറ് കുറഞ്ഞവരാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല കളറ് കുറവുള്ള ആളാണ് ഇത് അപ്ലൈ ചെയ്തതെങ്കിൽ ആ റിസൾട്ട് ശരിക്കും ഭയങ്കര വിസിബിളായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്താൽ ഇത്തിരി റിസൾട്ടാണ് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളോട് പറയുകയാണ് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം. ഞാൻ ഇപ്പം നിങ്ങളോട് മുന്നേ തന്നെയാണ് കംപ്ലീറ്റ് വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ചിലർ പറയും എല്ലാവരുടെയും ലെഫ്റ്റ് ഹാൻഡ് നിറം ഉണ്ടാവും, റൈറ്റ് ഹാൻഡ് നിറം ഉണ്ടാവില്ല, അങ്ങനെയെല്ലാം പറയുന്നവരെല്ലാം ജസ്റ്റ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്, ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ദിവസവും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല നിറം വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.